സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മത്തങ്ങ വെച്ചിട്ടാണ് ഈ ഒരു മോരുകറി ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. മോരുകറി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരെ ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടുന്ന മോരുകറിയാണ്. അത് പ്രത്യേക ഒരു രുചിയാണ് അല്ലേ. അപ്പോൾ ഞാനിത് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മോരുകറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം അളവിൽ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ ഒരു മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മത്തങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മത്തങ്ങയുടെ തൊലി കട്ടി കുറവാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങൾ ഇനൊരു മൺചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളകാണ് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മുളക് പൊടിയുടെ അളവൊന്നും കൂടി പോകുന്നു വേണ്ട. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവൊക്കെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ മോരുകറി അത്ര എരിവുള്ളൊരു കറിയൊന്നുമല്ലല്ലോ. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരം ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഞാനിവിടെ കഴുകി എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നനഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ജീരകത്തിന് പകരമായിട്ട് പെരുംജീരകം കൂടെ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഇങ്ങനെ വെന്ത് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ചൊന്നിങ്ങനെ ഉടച്ചെടുക്കാം. മുഴുവനായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒത്തിരി പുളിയല്ല, പാകത്തിനുള്ള പുളിയുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. പിന്നെ ഈ ഒരു തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. നന്നായിട്ട് ചൂടായിട്ട് ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോരുകറി ഇങ്ങനെ പിരിഞ്ഞ് പോയ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോരുകറിക്ക് ചെറിയൊരു മധുരപ്പൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു മോരുകറി നിങ്ങൾക്ക് എത്രത്തോണ്ട് ലൂസായിട്ടാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മോരുകറി നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് പതഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തിളച്ചിട്ടൊക്കെ പോകും. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിലോട്ട് കുറച്ച് വറവ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മോരുകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു മോരുകറി കുമ്പളങ്ങ വെച്ചിട്ടും തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്